എന്റെ മുഖം അവർക്ക് വ്യക്തമായി കാണാൻ പറ്റത്തില്ല. എന്റെ മുഖം കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. ഞാൻ ഇതെന്തൊരു രൂപമാണെന്ന് നോക്കിയിട്ട് എല്ലാവരും മാറി നിൽപ്പുണ്ട്. ഞാനൊരറ്റത്ത് മാറി നിൽക്കുമ്പോൾ അതെ എവിടെ നിന്നോ ഒരു മനുഷ്യൻ വെള്ള വസ്ത്രം ധരിച്ച 60 വയസ്സ് വരും മാന്യനെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ ഓടി എന്റെ അടുത്തേക്ക് വന്നിട്ട് അല്പം കുനിഞ്ഞ് എന്നെ നോക്കി. കാരണം ഞാൻ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്റെ കൈ കൂപ്പി എന്നെ ആദരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ഈ വസ്ത്രം കണ്ടപ്പോൾ നീ ഭക്തിയുള്ളൊരു മുസ്ലിം കുടുംബത്തിൽ വളരുന്ന ജീവിക്കുന്ന ഒരു പെൺകുഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ നീ ഇങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഇങ്ങനെ നിന്റെ പ്രമാണങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ ഒരിക്കലും നീ കാത്തിരിക്കുന്ന വിശ്വസിക്കുന്ന സ്വർഗത്തിൽ നിനക്ക് പോകാൻ പറ്റത്തില്ല. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ സേവിക്കുന്ന യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നീ വിശ്വസിച്ചിറങ്ങി വരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പിന്നെ ഈ നിലത്തേക്ക് നോക്കി. പെട്ടെന്ന് എനിക്കൊരു ഞെട്ടലൊക്കെ തോന്നി. കാരണം 2 വർഷമായി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യം ഈ മനുഷ്യൻ എങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അന്തം വിട്ടു പോകാനിടയായി. എന്നാൽ അദ്ദേഹം എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഈ യേശുവിനെ കുറിച്ച് എനിക്ക് കേൾക്കണ്ട. ഈ യേശു മനുഷ്യനാ. ക്രൂശിൽ മരിച്ച യേശു എന്ന് പറഞ്ഞാൽ അത് ദൈവമല്ല, അത് പ്രവാചകനല്ല, അത് വെറും ഒരു മനുഷ്യനാ. എനിക്കിത് കേൾക്കണ്ട. ശരിക്കുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഈസാനബിയുടെ ചരിത്രം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ശരിയാ, ഞാൻ പറയുന്ന യേശു തന്നെയാ കുഞ്ഞു പറയുന്ന ഈസാനബി. ഈ ഈസാനബി എന്ന് പറയുന്നത് യേശുവാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദൈവമാണെന്ന് വെളിപ്പെടുത്താനുള്ള വാക്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത് എനിക്ക് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറഞ്ഞ് എന്റെ കാതു പൊത്തി. അപ്പോൾ അദ്ദേഹം ബൈബിൾ എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ ഒന്നും പറയുന്നില്ല, ഇതിനകത്തുള്ള വചനം വായിച്ച് യേശു ദൈവമാണെന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ആ ബൈബിൾ ഹല്ലേലൂയ കയ്യിലേക്ക് വാങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഹല്ലേലൂയ ഭയവും ഒരു വെപ്രാളമൊക്കെ വന്നു. കാരണം ചെറുപ്പം മുതലേ ഞാൻ കേട്ടും പഠിച്ചും വളർന്നു വരുന്നത് അന്യമതസ്ഥരുടെ ഗ്രന്ഥങ്ങൾ കൈകൊണ്ട് തൊടാൻ പാടില്ല, തൊട്ടാൽ അശുദ്ധമാകും, അഥവാ അത് തൊട്ടാൽ അത് നശിപ്പിച്ച് കളയാനേ തൊടാവൂ. പ്രൈസ് ലോർഡ്. ഇങ്ങനെ എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇത് ഞാൻ എടുത്തതുകൊണ്ട് അള്ളാഹു എന്നെ ശിക്ഷിക്കൂ, എന്നാൽ ഇത് നശിപ്പിച്ച അള്ളാഹു എനിക്ക് പ്രതിഫലം തരും. വേഗം ഞാൻ അദ്ദേഹത്തോട് ഒരു നിമിഷം നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. കടയിൽ നിന്ന് തീപ്പെട്ടി വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ച് തന്നെ ആ ബൈബിൾ ഞാൻ കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ചെയ്തതിന്റെ കാരണം പ്രൈസ് ലോർഡ്, ഞാൻ വിശ്വസിക്കുന്ന ഏക ഇലാഹും അവന്റെ പ്രമാണങ്ങൾ അടങ്ങിയ ഖുർആനും അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ അവിടെ സ്ഥാപിച്ചതാ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്ന എന്നെ ഈ വിധത്തിൽ മാറ്റിയ ദൈവത്തിന്റെ പണി, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രിയിൽ ആര് വിശ്വസിച്ചാലും അവരുടെ മേൽ ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമുണ്ട്, അവൻ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് തനിക്കായി ഒരു കൂട്ടത്തെ വിളിച്ചു വേർതിരിച്ച് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ആക്കി വെക്കുമെന്ന്. ഹല്ലേലൂയ. അതിലൊരു പങ്ക് വഹിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്ന ഈ ദൈവത്തിന് പ്രൈസ് ലോർഡ് സർവ്വ മഹത്വവും ഞാൻ കൊടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ആ പ്രവൃത്തി ഞാൻ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മുൻപിൽ നിന്ന് മാറിപ്പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ മുഖമൊന്നും കാണണ്ട, നിങ്ങളുടെ വാക്കും കേൾക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ തള്ളിപ്പറഞ്ഞ യേശു അവൻ നിന്നെ കണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. നീ കത്തിച്ചു കളഞ്ഞതുപോലെ ഒരു ബൈബിളും കയ്യിൽ പിടിച്ച് ഈ തള്ളിപ്പറഞ്ഞ യേശു ദൈവമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിന്റെ ജനത്തിന്റെ നടുവിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീ പോകാൻ പോകുകയാ. ആ നാളുകൾ ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതുപോലൊരു വിളിക്കായി ദൈവം ചിലരെ ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ ഇരിക്കുന്നവനോടും ചെന്ന് നിന്ന് മുഖത്ത് നോക്കി നിന്റെ മാർഗമല്ല, യേശുവിന്റെ മാർഗമാണ്, സത്യമാർഗമെന്ന് വിളിച്ചു പറയുവാനുള്ള ഒരു ധൈര്യത്തിന്റെ അഭിഷേകം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാപിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കരങ്ങളെ തട്ടിയവരെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ പറയാം പ്രൈസ് ലോർഡ്. നമ്മുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ദൈവമക്കളല്ല പറയാൻ പോകുന്നത്, ക്രിസ്ത്യാനികളല്ല പറയാൻ പോകുന്നത്. പ്രൈസ് ലോർഡ്. യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ജാതി വിളിച്ചു പറയാൻ പോകുക സാംസൺ കോട്ടൂരിന്റെ ദൈവമെന്ന്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നസീല ബീവിയുടെ ദൈവമെന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവദാസന്മാരുടെ ദൈവമെന്ന് ജാതികൾ വിളിച്ചു പറയാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് ഈ
2008 എന്റെ ദൈവം മാറ്റാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനത്തിൽ 16 അധ്യായം മുതൽ ചില അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ റഫറൻസ് ഓർമ്മയില്ലാത്തോണ്ടാ പറയുന്നത്, അവിടെ ഒരു വാക്യമുണ്ട്. അത് ദേവദാരുവിന്റെ കൊമ്പിൽ നിന്ന് വിശേഷപ്പെട്ടൊരു കൊമ്പെടുത്ത് ഞാൻ ഇസ്രായേലിന്റെ മഹത്വത്തിന്മേൽ ഉന്നതങ്ങളിൽ മേൽ നടും. പ്രൈസ് ലോർഡ്. അത് പടർന്ന് പന്തലിച്ച് അത് 4 ഭാഗത്തേക്ക് കവരങ്ങൾ വീശി അതിന്റെ കൊമ്പുകളിൽ പല തരത്തിലുള്ള പക്ഷികൾ പാർക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് ആരാന്നറിയാമോ? ഞാനും നിങ്ങളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊമ്പുകളാകുന്ന പ്രൈസ് ലോർഡ് അങ്ങനെ നട്ടിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് കവരങ്ങൾ വീശിയ ഈ കൊമ്പുകളുടെ തണലിന്റെ കീഴിൽ അനേക ഉന്നതന്മാരെ, അതെ അനേക പ്രമാണിമാരെ, അല്ലെങ്കിൽ അനേകം ജാതികളെ കൊണ്ടുവന്ന് പാർപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയുള്ള വിളിയുള്ള ചിലര് ഇതിനകത്തിരിപ്പുണ്ട്. ആ അഭിഷേകം ഈ നാളുകളിൽ പുറത്തു വരാൻ പോകുകയാ, വെളിപ്പെടാൻ പോകുകയാന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു കൂട്ടം ദേശാടന പക്ഷികൾ ചിറകടിച്ച് ഒച്ചയുണ്ടാക്കി പറന്നു വരികയാണ്. ഹല്ലേലൂയ. അവയുടെ ചിറകിന്റെ കളർ നോക്കുമ്പോൾ പല വിധത്തില മഴവില്ലിന്റെ കളർ പോലെ. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ വാക്യം എപ്പോഴോ ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ വാക്യം എന്റെ ഓർമ്മയിലേക്ക് വന്നു. എന്റെ ദൈവം എന്നോട് പറഞ്ഞു, പലതരത്തിൽ അത് നിറമുള്ള പക്ഷികൾ, അത് തൂവലുള്ള പക്ഷികൾ അത് ഈ കൊമ്പിന്റെ കീഴിൽ പാർക്കുമെന്ന് പറഞ്ഞാൽ ഈ ആലോചനയുള്ള ഈ ദൈവവിളിയുള്ള ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അനേകം അനാഥർക്കും അഗതികൾക്കും ആശ്രയം കൊടുപ്പാൻ, തണൽ കൊടുപ്പാൻ. പ്രൈസ് ലോർഡ്. അനാഥർക്കും അഗതികൾക്കും മാത്രമല്ല, ദേശാടന പക്ഷികളെന്ന് പറഞ്ഞാൽ അത് ദൂരദേശങ്ങളിൽ വിദേശങ്ങളിൽ പാർക്കുന്നതാ. അവയുടെ ക്ലൈമറ്റ് പിടിക്കാതെ വരുമ്പോൾ അതെ അനുകൂലമായ സാഹചര്യം കാലാവസ്ഥ ഉണ്ടാകുന്നിടത്തോട്ട് പറന്നു പോകും എന്ന് പറഞ്ഞാൽ പ്രൈസ് ലോർഡ്, അന്യ ജാതിക്കാർ, അന്യ ഭാഷക്കാർ, അന്യ വംശക്കാർ ഇന്നടുത്ത് ഇന്ന വ്യക്തിയിലൂടെ, ഇന്ന പ്രസ്ഥാനത്തിലൂടെ, ഇന്ന സഭയിലൂടെ, ഇന്ന ആരാധനയിലൂടെ വിടുതൽ വെളിപ്പെടുന്നു. അവിടെ ഒരു തണലുണ്ട്, അവിടെ ഒരു ആശ്രയമുണ്ടെന്ന് പറഞ്ഞ് പറന്നിങ്ങോട്ട് വരാൻ പോകുന്ന അനുഭവത്തിൽ ദൈവിക അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോൾ എന്റെ ഉള്ളത്തിൽ അതെ ഭയങ്കരമായൊരു വെപ്രാളമുണ്ടായി, ചിന്തയുണ്ടായി. എന്തിനാ അദ്ദേഹം ഇത് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. എനിക്ക് പോകേണ്ട വിഷയത്തിൽ പോകാൻ തോന്നിയില്ല. ഓടി എന്റെ വീട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. വീട്ടിൽ വന്നിട്ട് എന്റെ ഉമ്മ എന്നെ കണ്ടു. എന്താ നീ പോയോ, കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ലോർഡ്. പറയാതെ എന്റെ റൂമിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. എന്റെ റൂമിൽ കയറിയിരുന്നിട്ടും എനിക്ക് സ്വസ്ഥതയില്ല. എന്റെ റൂമിൽ അവിടെ അങ്ങളില് ഖുർആൻ സൂക്തങ്ങൾ പ്രൈസ് ലോർഡ് അതിന്റെ ഇതര പ്രതികൾ ഇങ്ങനെ അതെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അതിങ്ങനെ ബൈൻഡ് ചെയ്ത് ഫോട്ടോ പ്രൈസ് ലാമിനേറ്റ് ചെയ്തുപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓതി നോക്കിയിട്ടൊന്നും എനിക്കൊരു സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് ഞാൻ പുറത്തിറങ്ങി. ഉമ്മ പിന്നെ വന്നു, എന്താ നിനക്ക് പറ്റിയത്, നീ വല്ലാതിരിക്കുന്നല്ലോ, ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ഞാനൊന്നും അപ്പോഴും പറയുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ ഉള്ളത്തിൽ ഒരു ഭയങ്കരമായ ഭാരം. പ്രൈസ് ലോർഡ്. എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നൊരു ചിന്ത. ഹല്ലേലൂയ. എന്തോ ഇപ്പോൾ എനിക്ക് സംഭവിക്കും, എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു, എന്തോ നടക്കും, ഇങ്ങനെ ഒരു ചിന്ത എന്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതുപോലൊരു ചിന്ത ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ ഭരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് വിടുതലിന്റെ ലക്ഷണമാ. ഇന്ന് രാത്രിയിൽ വിടുതൽ ഇറങ്ങി വരാൻ പോകുക. നാളുകളായി ജീവിതത്തിന്റെ മുൻപിൽ അനുഭവിച്ചു വരുന്ന പരാജയങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് സമാപ്തി വരയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, പിശാച് 1, 2, 3 അക്കമിട്ട് നമ്മുടെ ജീവിത മണ്ഡലത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് വരച്ചുകൊണ്ടിരിക്കുന്ന പരാജയം, നഷ്ടം, കടം, വേദനം, നിന്ന, പരിഹാസം, ഈ പട്ടികകളെല്ലാം പ്രൈസ് ലോർഡ് ഇന്ന് രാത്രി തീരാൻ പോകുക. അതിന്റെ അടിയിൽ എന്റെ കർത്താവ് വരയ്ക്കാൻ പോകുക. പിന്നെ പിശാചിന് അക്കമിട്ട് എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 6 കഷ്ടത്തിൽ നിന്നും യഹോവ നിന്നെ വിടുവിക്കും, 7ാമത്തിൽ തിന്മ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. ഈ അനുഭവത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അനർത്ഥം വ്യസന കാരണമാകാതെ ശാശ്വത മാർഗത്തിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചൊവ്വയുള്ള പട്ടണത്തിൽ, അതെ പാർപ്പാന്തക്കുള്ള പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതെ ഈ ചിന്ത എന്നെ ഭരിക്കുമ്പോൾ
ബാങ്ക് വിളി കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ ചെന്ന് നിസ്കരിച്ച് കഴിയുമ്പോൾ സമാധാനം കിട്ടും. 5 നേരം നിസ്കാരമുണ്ട്, അതാത് സമയത്തിനുള്ള ബാങ്ക് വിളി പള്ളി കേൾക്കും. ഹല്ലേലൂയ.